വേണ്ടാത്ത ഓരോ ഏർപ്പാട്, പെണ്ണ് കാണൽ പോലും. എന്തിനപ്പത്? അച്ഛമ്മക്ക് നെഞ്ചുവേദന വരാൻ കണ്ടൊരു നേരം. ഇനിയിപ്പോ വരുന്നത് ആരാണോ ആവശ്യം പിടിക്കാൻ? കയ്യും കാലും വിറച്ചിട്ട് പാടില്ല. എന്റെ കൃഷ്ണ, എന്നെ നീ കാത്തോളണേ. എടി പെണ്ണെ, നീ എന്താണ് ഈ കാണിക്കുന്നേ? ഞാൻ ഒരുക്കി തന്നതൊക്കെ നീ ഇപ്പൊ കൊളാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിടത്ത് പോയി ഇരിക്കേ. എടി ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ പെണ്ണെ, പറ. നീ എന്നെ കളിയാക്കുവോ? ഇല്ല, പറ. എനിക്ക് പേടിയാവുന്നടി. ഇതാ ഞാൻ പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്ന. ഞാൻ നിങ്ങളോട് രണ്ടും കണ്ട് മിണ്ടൂല. ഞാൻ അച്ഛന്റെ അടുത്ത് പോവാ. ഞങ്ങൾ ചുമ്മാ ചിരിച്ചതാടി. പോവല്ലേ? അവള് പോയി. ഞാൻ പോവാ. അല്ല, വീട്ടിലെത്തിയപ്പോ എന്നെ വേണ്ടല്ലേ? നീ കാശേട്ടാ, ഇവിടെ വെച്ച് റൊമാൻസ് നിൽക്കണ്ടോ. ഇത് നമ്മളെ മുറിയല്ല. ആ കുഴപ്പത്തിട്ട് ഇവിടെ എപ്പോഴാ കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ല. വിളിച്ച് കൂവി നാണം കെടുത്തും. ഏയ്, അവളെ നീ വരൂല, പിണങ്ങി പോയതല്ലേ. ഓഹോ, ഇപ്പൊ ശരിയാക്കിട്ടെ. അമ്മേ, ഇവിടെ കാശേട്ടനും ചേച്ചിയും കൂടെ. ഒന്ന് മിണ്ടാതെ നിക്ക്. നീ എന്താ വിളിച്ചു പറയാൻ പോയത്? എളിവില്ലാത്തവളെ. പറയാൻ പറഞ്ഞ ഞാനങ്ങനെ പറയും. ഓ, അങ്ങനെ നീ ഒന്നും പറയണ്ട. ഇന്ന് വരുന്നവനെ കണ്ടത് ശനിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവളെ ഇഷ്ടപ്പെടുമോ? ബ്രോക്കർ പറഞ്ഞത് ഇവളെ ഫോട്ടോ അവൻ താഴെ വെച്ചിട്ടില്ലെന്നോ. പിന്നെ പേരിനൊരു പെണ്ണ് കാണൽ, അത്ര തന്നെ. എല്ലാവരും ഉറപ്പിച്ച മട്ടാ. ഒന്നില്ലെങ്കിൽ അയാളൊരു ഡോക്ടറല്ലേ മോളെ. എനിക്ക് പേടിയാവുന്നു കാശേട്ടാ. ഇതൊക്കെ വേണോ? എന്തോ പോലെ തോന്നുന്നു. അണിഞ്ഞൊരുങ്ങി കാഴ്ച വസ്തു പോലെ നിൽക്കാം. ആ, അവര് വന്നു തോന്നുന്നു. കാശേട്ടാ വാ, താഴേക്ക് പോവാ. ഞങ്ങൾ താഴേക്ക് ചെല്ലട്ടെട്ടോ, നീ പേടിക്കണ്ട. അതെ, നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിനക്കിഷ്ടല്ലാതെ ഇതാരും നടത്തത്തില്ല. ഞങ്ങള് താഴേക്ക് ചെല്ലട്ടെ. എന്റെ ഈശ്വരാ, അവരൊക്കെ പോയി. എന്റെ കൃഷ്ണ, നീ എന്നെ കാത്തോളണേ. എനിക്ക് പേടിയായിട്ട് വയ്യ. വല്യമ്മ, എനിക്ക് പേടിയാവുന്ന. നീ പേടിക്കൊന്നും വേണ്ട. നീ ഇത് കൊടുത്താ മതി. പിന്നെ അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാ മതി. എനിക്ക് കാലും കൈയും വിറച്ചിട്ട് പാടില്ല. കാർത്തു, നീ ഒന്ന് നോക്കണം കേട്ടോ. ഇവളെ കയ്യിൽ നിന്ന് മിക്കവാറും ക്ലാസ് താഴേക്ക് വെക്കും. എന്നാ വേഗം കൊണ്ടു കൊടുക്ക്. ഇതാണ് ശിവ. അല്ല, ശിവാങ്കി. ശിവ എന്ന് എല്ലാരും വിളിക്കും. ഞാനൊരിക്കൽ അമ്പലത്തിൽ നിന്ന് മോളെ കണ്ടിട്ടുണ്ട്. കൂടെ അവളും ഉണ്ടായിരുന്നു. ആ, അത് മൂത്ത മോളാണ് കാർത്തിക. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയേ ആയുള്ളൂ. അതാ അവനാണ് ഭർത്താവ് കാശിനാഥ്. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതാവാം. ഡീ ശിവ, ചെല്ല്. അയ്യോ, എനിക്ക് പേടിയാവുന്നു. വേഗം ചെല്ല്. ഈശ്വരാ, പുറത്തേക്ക് നിന്നത് ഭാഗ്യം. അകത്താണെങ്കിൽ ഞാൻ ഒരുക്കി തീർന്നേനി. നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ആ, എന്നാ എനിക്ക് തോന്നിയതാ. അല്ല, ശിവാങ്കി ഇപ്പോ നൃത്തം പഠിക്കാൻ പോകുന്നില്ലേ? ഇല്ല. അതെന്തേ? അത് ടീച്ചർക്ക് വയ്യാതായപ്പോ പഠിപ്പിക്കുന്നത് നിർത്തി. ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ പോലും ശരിക്കും നോക്കിയില്ല. എന്നിട്ടില്ല അതിനു മുമ്പ്. എന്തേ, കണ്ടിട്ടുണ്ടെന്നെ? ഇല്ല. മുൻപ് എന്ന് വെച്ചാൽ 1 വർഷം മുമ്പ് ആദ്യമായി കണ്ടപ്പോ മനസ്സിൽ വിചാരിച്ചതാണ്, സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ തടഞ്ഞു നിർത്തി എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയാൻ. സത്യം പറയണമെന്ന് ഓർത്തിരുന്നു, പക്ഷെ സാധിച്ചില്ല. തന്റെ ഭാഗത്തു നിന്നും നോ എന്ന് കേട്ടാ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം. ഏതായാലും ഇപ്പോ ഹാപ്പി ആയില്ലേ? അല്ല, തനിക്കൊന്നും ചോദിക്കാനില്ല എന്നോട്? എന്നാ അകത്തേക്ക് പോകാം. എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. പക്ഷേ അകത്ത് കാത്തിരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. നമുക്ക് സംസാരിക്കാൻ ഈ ജന്മം മുഴുവനുണ്ടല്ലോ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോടോ. ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതാ, വാ അകത്തേക്ക് പോകാം. അല്ല, എന്താ ഇവിടെ നിൽക്കുന്നേ? അവിടെ ജാതകത്തിന്റെ ചർച്ച കേട്ടിട്ടാണോ? എന്റെ അമ്മ പാവം ഒരു അമ്പലവാസിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസങ്ങൾ കുറച്ച് കൂടുതലാ. അതുകൊണ്ട് തന്നെ ജാതകം നോക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. എനിക്കിപ്പോ ടെൻഷൻ, ജാതകത്തിൽ ഇനിയിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോന്നാ. അതൊന്നും ഉണ്ടാവത്തില്ല, ടെൻഷൻ അടിക്കണ്ട. അല്ല, ഇത്ര പെട്ടെന്ന് അവളെ എത്ര ഇഷ്ടമായോ? എത്ര പെട്ടെന്നോ? 1 വർഷമായടോ. ഞാൻ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, കഴിഞ്ഞില്ല. അതേതായാലും നന്നായി. ഈ വീട്ടില് പ്രേമൊന്നും നടക്കത്തില്ല. അത് പറഞ്ഞു വന്നാല് ഗേറ്റ് വരെ കിടക്കാൻ സമ്മതിക്കത്തില്ല. അതെനിക്കറിയാം, അതുകൊണ്ട് കൂടിയാ പറയാഞ്ഞ്. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വിളിക്കുന്നുണ്ട്. എല്ലാവരും ഇരുന്നു. ഇനി സംസാരം ഭക്ഷണം കഴിച്ചിട്ടാവാ. കാശിയേട്ടന്റെ വൈഫാണല്ലേ? അതെ, കാർത്തിക. 2 വീക്സ് ആയിട്ടുള്ളല്ലേ മാരേജ് കഴിഞ്ഞിട്ട്? അതേടാ, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഇങ്ങോട്ട് ജ്യോതിഷനെ വിളിപ്പിക്കാം. അവനോട് ഞാൻ ജാതകവുമായി വരാൻ പറഞ്ഞിട്ടുണ്ട്.